ആതിര സരസ്വതുണ്ടായിരിക്കും. ഇപ്പം ആതിര, ഗുഡ് മോർണിംഗ്. കുറച്ച് നേരമായിട്ട് നമ്മുടെ പല പ്രേക്ഷകരും കാലാവസ്ഥാ വിശേഷങ്ങളൊന്ന് പറയുമോ സേതു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, നേരെ പോവാം. എങ്ങനെയാണ് കാലാവസ്ഥ? സിധു, ഗുഡ് മോർണിംഗ്. എന്നാലും പ്രേക്ഷകരെ ഇന്ന് വീണ്ടും മഴ സജീവമാകുകയാണ്. മാപ്പ് പരിശോധിച്ചാൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. തെക്കൻ ജില്ലകളിലേക്കും മധ്യ ജില്ലകളിലും ഒക്കെ തന്നെ മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. വടക്കൻ ജില്ലകളിലേക്ക് എന്നാൽ മുന്നറിയിപ്പുകളൊന്നും ഇല്ല. 6 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. തെക്കൻ ജില്ലകളിലേക്ക് മഴ ശക്തമാകുമെന്ന് മാപ്പിൽ നിന്നും വ്യക്തമാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇടി മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇനി യാത്ര പോകുന്നവരുടെ ശ്രദ്ധയിലേക്കാണ്. മൂന്നാറൊക്കെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആണ്. മൂന്നാറിലേക്ക് യാത്രയൊക്കെ പോകുമ്പോൾ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പുകളൊക്കെ പാലിക്കണം. ഇന്നത്തെ മൂന്നാറിൽ 23 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില, 16 ഡിഗ്രി സെൽഷ്യസ് ആണ് മൂന്നാറിലെ കുറഞ്ഞ താപനില. വയനാട്ടിൽ നിലവിൽ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ലെങ്കിലും യാത്ര പോകുന്നവർ ചെറുതായിട്ട് മുൻകരുതലുകളൊക്കെ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്തെ താപനില പരിശോധിച്ചാൽ പകൽ താപനിലയിൽ വർധനവ് കൂടുതൽ തെക്കൻ കേരളത്തിലാണ് കണക്കാക്കുന്നത്. രാത്രി താപനിലയിലും വർധനവ് രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. തീരദേശങ്ങളിലാണ് രാത്രി താപനിലയിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരത്ത് കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. തിരുവനന്തപുരത്ത് കുറഞ്ഞത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൊച്ചിയിലേക്ക് എത്തുമ്പോൾ താപനില കൂടിയത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്, കുറഞ്ഞത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. കോഴിക്കോടേക്ക് എത്തുമ്പോൾ അത് കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസും ആകുന്നു. അപ്പോൾ സേതു, ഇങ്ങനെയൊക്കെയാണ് കാലാവസ്ഥാ വിവരങ്ങൾ.